ഹലോ ഗൈസ്, നമ്മളെ കമന്റിലെ ഒരാൾ കമന്റ് ഇട്ടുകൂടെ എന്താ പറയാ മറവിനെ കുറിച്ചിട്ട്. മറവിക്കുള്ള മരുന്ന് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഷോപ്പ് തുടങ്ങി ഞങ്ങൾക്ക് നല്ലതായിട്ടുണ്ടാവും. എന്താ മറന്നു? നമ്മളെ ബ്ലോഗ് എടുക്കും, പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യൂല. നല്ലൊരു തട്ടാ ഞങ്ങൾ പറഞ്ഞു. അത് കണ്ണേട്ടന് നല്ലോണം പറ്റും. ഞാൻ നോക്കുമ്പോണ്ട് കണ്ണേട്ടനെ മൂലക്ക് ഇരുത്തി ഇങ്ങനെ കുലിക 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 ചെറിച്ചണം. അതിനെന്താന്നറിയാം, ഒരു കാര്യത്തിന് മറ്റേ നിക്കുമ്പോ വേറെ ഇതിലേക്ക് മൈൻഡ് ഡൈവേർട്ടായി പോണ തന്നെയാണത്. നമ്മള് സംഭവല്ലേ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടില്ലേ, അപ്പത്തിന് എന്താ വെച്ചിട്ടാ ഒന്നല്ലേ കുട്ടീനെയും കൊണ്ട് അങ്ങനെ പോകും. ഒരാള് കുട്ടീനെ നോക്കുന്നുണ്ട്, ഒരാള് പിന്നെ കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങള് മറക്കും. സ്വാഭാവികം, മനുഷ്യനല്ലേ. മനസ്സിനല്ലേ പിള്ളേന്ന് വെച്ച്. അപ്പൊ ഞങ്ങൾ വന്നിട്ടുള്ളത് ജസ്റ്റ് എ ഫൺ വീഡിയോ. ഫൺ വീഡിയോ അല്ല, നോർമൽ വ്ലോഗ്. അതെ, ഞങ്ങള് എല്ലായിടത്തുനിന്നും ഇങ്ങനെ വന്ന് ഒത്തുകൂടിയിട്ടുള്ളൂ. ഇപ്പൊ തച്ചമ്പാറയായിരുന്നു, അവിടെ നിന്ന് വന്നു, നല്ല മഴയായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വന്നു, ഒക്കെ എല്ലാരും മൂന്നാളും ഒത്തുകൂടി. ഇപ്പൊ ഞങ്ങള് പുതിയൊരു പ്ലാന്റ് വെച്ചു ഇവിടെ. എങ്ങനെയുണ്ട് കാണാൻ? ഞാനതിനെ മണ്ണിട്ട് ഞാൻ എന്നൊരു പിന്നെ ഓരോ ചെടി കൊടുന്നിടും. പക്ഷെ ചെടിനെ കണ്ണേട്ടൻ നോക്കൂല ഗൈസ്. കണ്ണേട്ടനൊന്നും തിരിഞ്ഞു പോലും നോക്കൂല. അപ്പോ നിർബന്ധം വെച്ചേക്കാണ്, ആരാണോ വരുന്നത് രാവിലെ ചെടീന്റെ പുറത്ത് വെക്കണം. ഒന്ന് സൂര്യപ്രകാശമൊക്കെ ഒന്ന് കൊണ്ടിട്ടൊക്കെ ഉള്ളിലേക്ക് വെച്ചാൽ മതി. കുറച്ച് പിന്നെ ഫുഡ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ആർക്ക്? ചെടിക്കോ? ഫുഡോ? പനി. അപ്പൊ കണ്ണേട്ട ഇവിടെ പേഷ്യന്റാ. അല്ല, അനക്ക് മോഹല്ല, എല്ലാം അറിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ആരെങ്കിലും പോകാൻ? ഇല്ലില്ല, ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഞാനത് ആ വീഡിയോ കൂടെ ഉണ്ട് കുത്തി കെട്ടി. ഞാൻ പക്ഷെ പറഞ്ഞ വാക്ക് വായിച്ചു. ഞാനത് കട്ട് ചെയ്യൂല എന്ന് പറഞ്ഞിരുന്നു. കട്ട് ചെയ്യാതെ ഞാൻ കുട്ടി ഉറങ്ങാണ്. കുട്ടി അതാ തൊട്ടിയിൽ ഉറങ്ങുന്നുണ്ട്. ഞങ്ങളപ്പോ ഇങ്ങനെ സല്ലപ്പിച്ചിരിക്കുക. ഭർത്താവ് വന്നിരിക്കുക, ഒത്തുകൂടി എല്ലായിടത്തും വിശേഷങ്ങൾ പറയുകയാണ്. അതാണ് ഉദ്ദേശിച്ചത്. വേർഡ്സുകളൊക്കെ കിട്ടുന്നോ? ഞാനേ വീഡിയോസ് കാണുമ്പോ ഇവള് റീൽസ് കാണും, അതിന്റെ വേർഡ്സുകള് ബൈഹാർട്ടാക്കി പഠിക്കും. എന്നിട്ട് അതേ സല്ലപിക്കലല്ലേ, ആൾക്ക് ഇപ്പോഴും സല്ലപിക്കേണ്ട ചിന്ത ഉള്ളൂ അല്ലേ? നമ്മള് ഇരുന്ന് സല്ലപ്പിച്ചിരിക്കുന്ന ഭർത്താവ് കുട്ടി കണക്കുണ്ടെന്നുള്ളൊരു ഓർമ്മ. 15 വയസ്സോ തന്തയാണ്. ഇവലാണ് തന്ത. എന്താണ് എന്റെ കുട്ടിക്ക് എത്ര വയസ്സാ? അതിന് കാര്യമില്ല, പറ. എന്റെ കുട്ടിക്ക് എത്ര വയസ്സാ? എന്റെ കുട്ടിക്ക് എത്ര വയസ്സാ? എന്റെ കുട്ടിക്ക് എത്ര വയസ്സാ? ഗസിന്റെ കുട്ടിക്ക് കൊറേ വയസ്സായി. അപ്ഡേറ്റ് കംപ്ലീറ്റ്. ഇതെന്താ കണ്ണേട്ടൻ്റെ അത് പറഞ്ഞിട്ടാണ് തളർത്ത. ഈ പെണ്ണുങ്ങളിലെ നേരത്തെ കെട്ടിച്ചു വിടാനോട് സ്വാഭാവികമായിട്ടും കുട്ടി ആണുങ്ങൾക്ക് മൂക്കില് പല്ല് വന്നാലും പെണ്ണിട്ടൂല, കണ്ണിട്ടൂല. പെണ്ണ് കിട്ടണ്ടേ? ഞങ്ങൾക്ക് എത്ര വയസ്സായി ഗൈസ്? കേക്ക് എത്ര വയസ്സായി? 35. ചേച്ചിക്കോ? 35 കുട്ടിക്കോ? ഇല്ല, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം? 12/3/88. ഞാൻ 5/7/2000. ചേച്ചിയോ? ഞാൻ 25/91. അപ്പൊ ആരാണ് ചെറുത്ത്? ആരാണ് മുതുക്കൻ? ആരാണ് മുതുക്കി? ാണ് പഠിപ്പിച്ചു പോണത്. അതൊന്നും നടക്കുക, വേറൊന്നും. ഞമ്മള് തന്നെ അറിയും, സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഫോട്ടോ എടുത്തോളൂ. ഗൈസ്, ഞാനേ ചേച്ചിക്ക് ഒരു സാക്ഷ്യപത്രം കൊടുക്കട്ടെ. എനിക്കൊരു സാക്ഷ്യപത്രം, മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് സത്യവാങ്മൂലം കൊടുക്കട്ടെ. മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊടുക്കണം. അപ്പൊ ഇനിയുള്ള വിശേഷം ഇപ്പൊ പറഞ്ഞുതരാം. ഗൈസ്, കണ്ണേട്ട ഗെയിം കളിക്കുന്നു. അളക്കാൻ പോവുകയാണ്. ഇവാന് ഭയങ്കര വാശിയാണ്. ഒരാള് അളക്കാൻ പോണേന് വില്ല് പോലെ പറയുന്നു. എന്താടാ ടേപ്പ് പോയോക്കട്ടെ. ഇങ്ങനെ ഇരിക്കണം, അതാണ് അവന്റെ ആവശ്യം. ഗൈസ്, എന്താ പറയാ, തൊട്ടിട്ട് എനിക്ക് തേച്ചില്ല. എന്താ പറയാ ചേച്ചിയെ? എന്ത്? എന്തൊക്കെ വിശേഷം? നല്ല വിശേഷം. നമ്മളിപ്പോ
ഷെഫ്ലോട്ടിന്റെ അവിടെ എത്തി. എന്താ പറയാ, തിങ്കളാഴ്ചത്തെ ഇതിന്റെ എക്സൈറ്റ്മെന്റ് പിന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്താഗതി ഫുൾ അവിടെയാണ്. അതെ, അതാണ് കഴിയണ വരെ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. എനിക്ക് ചിലപ്പോ ഉറക്കൊന്നും ഉണ്ടാവില്ല. ഇനി പിത്ത ഛർദിക്കലാവും. ഇവിടെ കോറി വേസ്റ്റ് ഒക്കെ ഇട്ടുക്കണല്ലോ. ULCC-ത്തെ ആ ചങ്ങായി മരിച്ചു. എങ്ങനെ? ULCC-ടെ ബോർഡ് ഓഫ് മറ്റാള് കാണാൻ പോയിരുന്നല്ലോ പിണറായി. പിന്നെ പാർട്ട്നേഴ്സ് അല്ലേ. അപ്പൊ അതിലാ എട്ടിട്ടു നല്ല നൊസ്റ്റാൾജിക്ക. അതെ, 8ഉം വെച്ചും വയ്യൊക്കെ ഞങ്ങൾ ഇവിടെ ഇട്ട് ഞങ്ങൾ ഏകദേശം എത്തിയിരിക്കുന്നു. എത്തി ചോദിച്ചു പോയി മോനെ. അതെ. ഹലോ, എത്ര? 4:50. 3:62. അങ്ങോട്ട് പോകുന്നു. എത്രയാണ് 2:88. 2:88. ഗൈസ്, ഞങ്ങൾ ഇങ്ങനെ കൈമാറി കൈമാറി ഇങ്ങനെ വരും. അത്യാവശ്യം അത് ഞാനിപ്പോ ഇവിടെ സ്ഥലം വാങ്ങണ്ടേ. അതെ, അങ്ങോട്ട് ഇനി ഉണ്ടെങ്കിലോ ആ ബാക്കത്തെ സൈറ്റ് പ്ലാൻ നോക്കിയേക്കാം. നോക്കട്ടെ. എത്ര സെന്റ് ആണാവോ? ഞാൻ കണ്ണേട്ടന് കൈമാറി. ഞങ്ങളത് പിടിക്കട്ടെ. ഗൈസ്, ഞങ്ങൾ അങ്ങനെ തിരിച്ചു. വണ്ടി കേറി ഒരു മൊത്തത്തിൽ ചെക്കൻ മരിച്ചെന്റെ വീട് അറിയാം. നിങ്ങളൊരു വട്ടം എന്റെ അടുത്ത് പറഞ്ഞില്ലേ? കീയാണല്ലോ ആ ചെക്കൻ. ഈ വണ്ടിയുടെ മുന്നിൽ നിൽക്കുന്ന ഫോട്ടോ തന്നെയാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ ഓഫീസിൽ പോവുകയാണ്. ഓഫീസില് നമ്മളെ മറ്റേ ഓഫീസിന്റെ ആള് വന്നിട്ടുണ്ട്. രാജേഷേട്ടൻ വന്നു. മറ്റേ ഓഫീസിന്റെ ആളോ? വയറിങ് ചെയ്യാന് ആള് വന്നിട്ടുണ്ട്. രാജേഷേട്ടൻ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ കൊറേ നേരമായി പറഞ്ഞു, പറയാൻ കിട്ടണില്ല. നിങ്ങളൊന്ന് സഹായിക്ക. അതൊന്നുമല്ല, കളിയാക്കി തീർക്കാൻ നോക്കാം. ഏത് സൗണ്ട്. അപ്പൊ ഞങ്ങള് പോയിട്ട് ബാക്കി കാണിച്ചു തരാം. ഇറക്കിയോ? കണ്ണേട്ടൻ എന്തിനാ മേലെ പോക്കണെന്ന് അറിയില്ല. ഗൈസ്, അപ്പൊ ഞങ്ങള് നേരത്തെ പിന്നെ അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞു. വയറിങ് ഒരുവിധമൊക്കെ ചെയ്തു. ഞങ്ങള് മണ്ണാർക്കാട് പോയിട്ട് ചെറിയൊരു ഷോപ്പിംഗ്. കണ്ണേട്ടാ, ചെറിയൊരു ഷോപ്പിംഗ് പോവാ. പിന്നെ നോക്കണ്ട, ഞാൻ വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങള് 4 പുളിത്തിട്ടില്ല. ചേച്ചി രണ്ടാൾ താഴത്തുണ്ടായിരുന്നു. ഞാൻ ഇതാ പോയി ഇതാ വന്നു. അല്ല, ഇവള് പോയി മേക്കപ്പ് ചെയ്ത് വന്നു. മനസ്സിലാക്കണം. ഞങ്ങളിവിടെ എന്താണ് കോളമ്പി പൂ വെച്ചിട്ടുള്ള അന്റെ കണ്ടിട്ടാണ് ഞാന് ഫിൽറ്ററിങ്
എമ്മാരി ഫിൽറ്റർ അതല്ലേ രസം, അതല്ലേ അതേപോലെ അവിടെ ഫിൽറ്റർ ഫോട്ടോ ഇട്ടൂടെ നമുക്കും ഉണ്ടാവില്ല മനുഷ്യന്മാരല്ല. രസം അതല്ലേ. ആ പിന്നെ ഫോട്ടോത്തിന്റെ അടി, ആ വീഡിയോന്റെ അടി നിങ്ങള് കണ്ടോ? അടിയത്തെ മെസ്സേജ് കണ്ടാ ഞാൻ ഇരുന്ന് ചിരിച്ചിനെ. ചെമ്പരത്തിയുടെ ആണെങ്കിൽ അറിയാം, ഇതിനെ കുറിച്ചിട്ട് അറിയില്ല. ഏയില്ലേ ഏയില്ലെങ്കിലും ഇന്നൊന്ന് അങ്ങനെ ആക്കി കൊടുത്തൂടെ കണ്ടിട്ട് വാൾപേപ്പർ ഒക്കെ ആയിരുന്നു. ഇതെമ്മാരി എന്താ പറയാ എമ്മാരി ഇതാക്കി വെച്ചിക്കണ് ഞാൻ. അപ്പൊ ഞങ്ങൾ എന്തായാലും മതി എന്നെ ട്രോൾ ചെയ്ത്. ഞങ്ങൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. എന്ന് ഞങ്ങൾ മറന്നിട്ടില്ല, മറക്കണ്ടേന്നു. പക്ഷെ ഞങ്ങൾ അപ്പത്തിന് ഓർപ്പിച്ചു. ഒരാള് പറയണ്ടേ ലത്തീഫ്ക്ക എന്തോ ഒരു ഇക്ക പറയണ്ടേ, പിന്നെ നല്ലത് നിങ്ങക്ക് ഇതിന്റെ കട തുടങ്ങണം, മറവിക്കുള്ള ഗുളികടെ നല്ല പരിപാടിയാണെന്ന്. ഞാൻ കൊറേ ഇത് ചിരിച്ചു കേട്ടിട്ട്. അപ്പൊ പിന്നെ ഇതിന്റെ പാർട്ട് 2 ഉണ്ട്. യെസ്.